ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് രാവിലെ 6:30ക്കാണ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ തിരിക്കുക. ഇവിടെ എത്തുന്നത് പ്രാദേശിക സമയം 10:10 വ്ളാദിമിർ പുടിൻ എത്തുന്നത് 11 മണിക്ക് 11:30ക്കായിരിക്കും ചർച്ച നടത്തുക. അതിനുശേഷം ഇവരുടെ ഒരു സംയുക്ത പത്രസമ്മേളനം 3:30 ഉണ്ടാകും. ഈ ചർച്ചയിൽ പരിഭാഷകരല്ലാതെ ആരും കാണത്തില്ല. അടച്ചിട്ട മുറിയിലായിരിക്കും ഈ ചർച്ച നടക്കുക. എസ്.കെ. മധു, ഈ അലാസ്കയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇപ്പോൾ റഷ്യയുടെ ബോർഡറിലുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ, അമേരിക്കൻ സ്ഥലമാണെങ്കിൽ പോലും. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത? അവിടെ ഒരു നഗരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ മറ്റു പ്രത്യേകതകൾ എന്താണ് അലാസ്കയുടെ? എസ്.കെ. ഇത് നമ്മുടെ കൊട്ടാരക്കര പോലെ വളരെ ചെറിയൊരു നഗരം. അമേരിക്കയിലെ വലിയ നഗരങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ താമസ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഹോട്ടലുകളുടെ എണ്ണം കുറവാണ്. ഒരു തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണ്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ടാണ് നമുക്ക് സെറ്ററൊന്നും ഇല്ലാതെ പറ്റുന്നത്. ഇപ്പം 100 ഡിഗ്രിയാണ് ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും എങ്കിൽ ഇവിടെ 46ഉം 50 ഡിഗ്രിയുമാണ് രാത്രിയിലെ ടെമ്പറേച്ചർ. എസ്.കെ. ഈ അലാസ്ക തെരഞ്ഞെടുക്കാൻ സുരക്ഷാ കാരണങ്ങളാലാണോ ഈ അലാസ്ക തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു? കാര്യം ഇത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണല്ലോ. കാര്യം പുടിനെ വരുതിയിലാക്കാൻ ട്രംപിനെ വരുതിയിലാക്കാൻ പുടിനും ശ്രമിക്കുകയും എന്നാൽ സാറ്റലൈറ്റായിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും ഇതിൻ്റെ നിർണായക സ്വാധീനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തീരുവയുടെ പ്രഹരമേറ്റ നമുക്ക് പോലും ഈ കൂടിക്കാഴ്ചയിൽ ഒരു പ്രാധാന്യമുണ്ട്. എസ്.കെ. ഡൊണാൾഡ് ട്രംപ് ഈ ഉഭയകക്ഷി ചർച്ചയെപ്പറ്റി വിശേഷിപ്പിച്ചത് ഇതൊരു ചെസ് ഗെയിം എന്നാണ്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. ഈ അലാസ്ക തെരഞ്ഞെടുക്കാനുള്ള കാരണം വൈറ്റ് ഹൗസിന് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ ഉഭയകക്ഷി ചർച്ച എവിടെ വെച്ച് നടത്തണമെന്ന്. പുടിന്റെ ആഗ്രഹം ദുബായിൽ വെച്ച് നടത്തണമെന്നായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് മെയില് ദുബായിൽ പോയതായതുകൊണ്ട് ഒരു ദീർഘയാത്ര സാധ്യമല്ല. മൂന്നാമതൊരു രാജ്യം സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പരിഗണനയിലുണ്ടായിരുന്നു. അതും തള്ളിക്കളയുകയായിരുന്നു. മൂന്നാമതൊരു രാജ്യത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു US സൈനിക കേന്ദ്രത്തിലാണ്, ആംഗ്രേജിലുള്ള സൈനിക കേന്ദ്രത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്, റിച്ചാർഡ്സൺ സൈനിക കേന്ദ്രം. എന്നാൽ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് വ്ളാദിമിർ പുടിനെ ഒരു ചർച്ചയ്ക്കായിട്ട് കൊണ്ടുവരുന്നതിൽ ചില വിയോജിപ്പുകൾ വൈറ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിലത്തേത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അറസ്റ്റ് വാറന്റ് നേരിടുന്ന ഒരു വ്യക്തിയാണ് വ്ളാദിമിർ പുടിൻ. പക്ഷെ അമേരിക്ക അതിൽ സഹകരിക്കാത്തതുകൊണ്ട് ഒരു ബാധ്യതയില്ല പുടിനെ ഇങ്ങനെ ഒരു അറസ്റ്റ് വാറന്റിനെ ഓണർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കൊടുവിലാണ് ഈ ആംഗ്രേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഏറ്റെടുത്തത്. ഒരുപക്ഷെ വൈകാരികമായി റഷ്യക്ക് ബന്ധമുള്ള ഒരു മണ്ണായതുകൊണ്ടായിരിക്കാം അലാസ്കയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്.